ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവചന വെളിച്ചത്തിൽ സർവശക്തനായ സർവ്വവല്ലഭനായ ഏക സത്യ ദൈവത്തെ പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ നാം പഠിച്ചും ശ്രദ്ധിച്ചും വരികയാണല്ലോ. തിരുവചനത്തിൽ വളരെ അസന്നിഗ്ധമായി സ്പഷ്ടമായി വെളിപ്പെടുത്തിയിരിക്കുന്ന ഏക സത്യ ദൈവം പ്രവാചക പുസ്തകങ്ങളിലൂടെ നാം ചിന്തിച്ചു വരികയാണ്. തുടർന്ന് നമുക്ക് നഹൂം തുടങ്ങിയുള്ള പ്രവാചക പുസ്തകങ്ങളിൽ ദൈവത്തെ പറ്റിയുള്ള പരാമർശനങ്ങളും ദൈവത്തിൻ്റെ ചില ആലോചനകളും ദൈവത്തിൽ ആശ്രയിച്ച് ശ്രദ്ധിക്കാം. നിനവേ പട്ടണത്തിൻ്റെ നാശത്തെ ആത്മാവിൽ വെളിപ്പെടുത്തുന്ന ഒരു പ്രവചന പുസ്തകമാണ് നഹൂമിൻ്റെ പുസ്തകം. നമുക്കതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുന്ന നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. മേഘം അവൻ്റെ കാൽക്കീഴിലെ പൊടിയാകുന്നു. അവൻ സമുദ്രത്തെ ഭത്സിച്ച് വറ്റിക്കുകയും സകല നദികളെയും വരട്ടിക്കളയുകയും ചെയ്യുന്നു. ബാശാനും കർമ്മേലും വരളുന്നു, ലബനോന്റെ പുഷ്പം വാടിപ്പോകുന്നു. അവൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു, കുന്നുകൾ ഉരുകിപ്പോകുന്നു. അവൻ്റെ സന്നിധിയിൽ ഭൂമി ഞെട്ടിപ്പോകുന്നു. മഹീതലവും അതിലെ സകല നിവാസികളും തന്നെ അവൻ്റെ ക്രോധത്തിനു മുൻപിൽ ആർ നിൽക്കും. അവൻ്റെ ഉഗ്രകോപത്തിങ്കൽ ആർ നിവർന്നു നിൽക്കും. അവൻ്റെ ക്രോധം തീ പോലെ ജ്വലിയുന്നു, പാറകൾ അവനാൽ പിളർന്നു പോകുന്നു. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. തുടങ്ങി ഗൗരവമേറിയ തിരുവചന ഭാഗങ്ങൾ കൊണ്ട് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. തുടർന്ന് നിനവയുടെ നാശത്തെ പറ്റിയുള്ള പരാമർശങ്ങളും നമുക്ക് തിരുവചനത്തിൽ വായിക്കാം. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ചെറിയ ഒരു പുസ്തകമാണല്ലോ, വളരെ ചുരുങ്ങിയ അധ്യായങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ദൈവജനം ആ ഭാഗങ്ങൾ ദയവായി പ്രാർത്ഥന വായിച്ച് ധ്യാനിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. നമുക്ക് അടുത്തതായിട്ട് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് എടുക്കാം. അവിടെ വാസ്തവത്തിൽ ഇത് വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാം. ബാബിലോൺ രാജ്യം വന്ന് യഹൂദ ജനത്തെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തുന്ന ആ ഭാഗമൊക്കെ പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മ രേഖപ്പെടുത്തുന്ന ഭാഗങ്ങൾ ഹബക്കൂക്ക് പ്രവാചകനിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വളരെ സുപരിചിതമാണ്. എല്ലാവരും വളരെ സാധാരണ വളരെ എപ്പോഴും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്ന ഭാഗമാണ്. ആ വാക്യം മാത്രം ഒന്ന് വായിക്കാം. ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു. തുടങ്ങിയുള്ള വാക്യങ്ങൾ. അത് ഈ വാക്യം ഞാൻ പ്രത്യേകിച്ച് എല്ലാവർക്കും സുപരിചിതമായ വാക്യമായതുകൊണ്ട് വായിച്ചു എന്നേ ഉള്ളൂ. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു എന്നൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന വാക്യങ്ങളാണല്ലോ. അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. രക്തപാതകം കൊണ്ട് പട്ടണം പണിയുകയും നീതികേട് കൊണ്ട് നഗരം സ്ഥാപിക്കുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. ജാതികൾ തീക്കിരയാകുവാൻ അധ്വാനിക്കുന്നതും വംശങ്ങൾ വെറുതെ തളർന്നു പോകുന്നതും സൈന്യങ്ങളെ യഹോവയുടെ ഹിതത്താൽ അല്ലയോ. തുടങ്ങിയ വാക്യങ്ങൾ. അതിൻ്റെ 14-ാം വാക്യങ്ങൾ വായിച്ചാൽ, വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. തുടങ്ങിയുള്ള വാക്യങ്ങൾ. തന്നെയല്ല ഈ തിരുവചന ഈ ഹബക്കൂക്ക് പ്രവാചക പുസ്തകത്തിലെ പ്രത്യേകത അയ്യോ കഷ്ടമെന്ന് പലവട്ടം ആവർത്തിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അയ്യോ കഷ്ടം. വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ചില വാക്യങ്ങളും ചിന്തകളും ഒക്കെ ഇതിനകത്തുണ്ട്. അത് ദൈവജനം സമയം പോലെ വായിച്ച് ധ്യാനിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. അടുത്തതായി നമുക്ക് സെഫന്യാവിൻ്റെ പുസ്തകമാണ്. അത്
വളരെ ഗൗരവമായി വായിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ പഠിക്കേണ്ടതായ വളരെ ഗൗരവമായ ചിന്തകളുള്ള ഒരു ചെറിയ പുസ്തകമാണ്. വെറും 3 അധ്യായങ്ങളേ ഉള്ളല്ലോ. ദൈവജനം വളരെ പ്രാർത്ഥനാപൂർവ്വം വായിക്കണമേ എന്ന് വിശേഷാൽ ഓർപ്പിക്കുകയാണ്. യഹോവയുടെ ദിവസം എന്ന അർത്ഥത്തിൽ 12 പ്രാവശ്യം ഈ 3 അധ്യായം ഉൾപ്പെടെയുള്ള ഭാഗത്ത് വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ യഹോവയുടെ ദിവസത്തിൻ്റെ ഗൗരവവും നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഒരു പുസ്തകമാണ് ഈ പ്രവചന പുസ്തകം. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 14-ാം വാക്യം. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അതടുത്ത് അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും മൂടലും ഉള്ള ദിവസം, ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവുമുള്ള ദിവസം തന്നെ. മനുഷ്യർ കുരുടന്മാരെ പോലെ നടക്കത്തക്കവണ്ണം ഞാൻ അവർക്ക് കഷ്ടത വരുത്തും. അവർ യഹോവയോട് പാപം ചെയ്തുവല്ലോ. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം കാഷ്ടം പോലെയും ചൊരിയും. യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. സർവഭൂമിയും അവൻ്റെ തീഷ്ണതാഗ്നിക്ക് ഇരയായിത്തീരും. സകല ഭൂവാസികൾക്കും അവൻ ശീഘ്രനാശം വരുത്തും. ദൈവമക്കൾ, ഈ ഭാഗങ്ങൾക്ക് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടത്, പ്രത്യേകിച്ച് നമുക്ക് ഈ കാലഘട്ടം ഒരു ആളുകളോട് കടുത്തിരിക്കുന്ന കാലഘട്ടമാണ്. വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ചില തിരുവചന ഭാഗങ്ങളാണ് ഇതെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗമോടെ വിടുകയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ യഹോവയുടെ ദിവസം ആവർത്തിച്ച് പറയുന്ന ഈ തിരുവചനത്തെ വളരെ ഗൗരവമായി നാം കാണണം എന്ന് ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം ഇവിടെ വിടുകയാണ്. അപ്പോൾ നമ്മുടെ 2-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ കൂടി നമുക്ക് അതിനകത്ത് നോക്കാം. സഫന്യാവിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ അതിങ്ങനെ വായിക്കുന്നല്ലോ. നിങ്ങളുടെ മേൽ യഹോവയുടെ കോപദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുൻപേ കൂടി വരുവിൻ. അതെ, കൂടി വരുവിൻ. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരേ, അവനെ അന്വേഷിപ്പിൻ. നീതി അന്വേഷിപ്പിൻ, സൗമ്യത അന്വേഷിപ്പിൻ. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപദിവസത്തിൽ മറഞ്ഞിരിക്കാം. ബാക്കി ഭാഗങ്ങൾക്ക് ദൈവജനം സൗകര്യം പോലെ വായിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് വായിക്കാം. 8-9 വാക്യങ്ങൾ. അതുകൊണ്ട് ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്കായി കാത്തിരിപ്പിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. എൻ്റെ ക്രോധവും എൻ്റെ ഉഗ്രകോപവും പകരേണ്ടതിന് ജാതികളെ ചേർക്കുവാനും രാജ്യങ്ങളെ കൂട്ടുവാനും ഞാൻ നിർണയിച്ചിരിക്കുന്നു. സർവഭൂമിയും എൻ്റെ തീഷ്ണതാഗ്നിക്ക് ഇരയായിത്തീരും. അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏകമനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായുള്ള അധരങ്ങളെ വരുത്തും. അതിൻ്റെ 17-ാം വാക്യം വളരെ സുപരിചിതമാണല്ലോ. മിക്കവാറും എല്ലാവർക്കും കാണാപ്പാഠം അറിയാവുന്നൊരു വാക്യമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ വാക്യം കൂടി, അതായത് 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം കൂടി നമുക്ക് വായിച്ച് ഈ ഭാഗം അവസാനിപ്പിക്കാം. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷസ്വരത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. അത് വളരെ സുപരിചിതമായ വാക്യമാണല്ലോ. നമ്മുടെ മധ്യേ വസിക്കുന്ന സർവശക്തനായ ദൈവം, നമ്മെ കാണുന്ന ദൈവം, നമ്മെ കരുതുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈ സഫന്യാവിൻ്റെ പുസ്തകവും ഒരു 3 അധ്യായങ്ങളുള്ളത്, ചുരുങ്ങിയ വാക്യങ്ങൾ മാത്രം. അതുകൊണ്ട് ദൈവജനം ഈ വാക്യങ്ങൾ, ഈ അധ്യായമെല്ലാം വായിച്ച് പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം ഇവിടെ വിടുകയാണ്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം നമുക്കറിയാം, വളരെ വെറും 2 അധ്യായം മാത്രമുള്ള ചെറിയ ഒരു പുസ്തകമാണ്. അതായത് നശിച്ചു പോയ യെരൂശലേം ദേവാലയം പണിയാൻ
ദൈവജനത്തെ പ്രേരിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന, ദൈവാലോചന അറിയിക്കുന്ന ഹഗായി പ്രവാചകൻ്റെ വാക്യങ്ങളാണ് ഈ തിരുവചനത്തിൽ നാം കൂടുതലും കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം ഇതാണ്: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് ഏകദേശം 25 പ്രാവശ്യം ഈ 2 അധ്യായം മാത്രമുള്ള ഈ ചെറിയ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹോവയുടെ അരുളപ്പാട് അത്ര ശക്തമായിട്ട് വിളിച്ചു പറയുന്ന ഈ ഭക്തൻ്റെ ചെറിയ പുസ്തകമാണെങ്കിലും വളരെ ഗൗരവമേറിയ ചിന്തകളുള്ള പുസ്തകമാണ്. യഹൂദജനത്തെ ആലയം പണിയാൻ വളരെ ഉത്സാഹിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന വെളിപ്പെടുത്തുന്ന പുസ്തകമാണ്. ആ 2-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അത് പുതിയ നിയമത്തിൽ കോട്ട് ചെയ്തിട്ടുള്ള വാക്യങ്ങൾ നമുക്കറിയാമല്ലോ. ഒന്ന് വേഗത്തിൽ വായിക്കാം. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ വചനം ഓർപ്പിൻ. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇനി കുറഞ്ഞൂന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. പിന്നെ പറയുന്നുള്ളൂ, ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കും. അത് ഇത്രയും ഭാഗം ദൈവജനം പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഗൗരവമേറിയ നല്ല ചിന്തകളുള്ള അനുഗ്രഹീതമായ നമുക്ക് ഉത്തേജന ഉത്സാഹവും പകരുന്ന, പ്രത്യേകിച്ച് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ 25 പ്രാവശ്യം യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയത്തക്കവണ്ണം ദൈവശബ്ദം കൃത്യമായി കേട്ട് യഹൂദജനത്തെ ഉത്സാഹിപ്പിക്കുന്ന ഈ തിരുവചന ഭാഗവും ദൈവജനം വായിച്ച് ധ്യാനിക്കണമേ എന്ന് പറഞ്ഞ ആ ഭാഗവും അവിടെ വരികയാണ്. തുടർന്ന് നമുക്ക് സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരാം. അല്പം ദൈർഘ്യം കൂടിയ ഒരു പുസ്തകമാണല്ലോ. 14 അധ്യായങ്ങളുള്ള അനുഗ്രഹീതമായ തിരുവചനമാണ് സക്കറിയ പ്രവാചകന്റെ പുസ്തകം. അതിൽ ചില ചിന്തകൾ ഗൗരവമേറിയതുണ്ട്, വളരെ ഗൗരവമേറിയ ചിന്തകളുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലായിരിക്കുന്നതിന് വ്യത്യസ്തമായ ചില ചിന്തകൾ കൂടി ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നത് ദൈവജനത്തോട് പങ്കിടുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥനാപൂർവം ഈ ഭാഗങ്ങളെ ശ്രദ്ധിക്കാം. അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വന്നാൽ സക്കറിയ പ്രവാചകന് ഒരു ദർശനം കാണുന്നതായിട്ട് നമുക്കറിയാം. ഒരു നിലവിളക്ക്, അതിനിരുവശത്തും 2 വിളക്കുകൾ, അങ്ങനെ ഒരു പ്രത്യേക നിലയിൽ 4-ാം അധ്യായം. ഞാൻ അതിൻ്റെ ആഴത്തിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ നാം 7 കണ്ണിനെ പറ്റി കാണുന്നുണ്ട്. സർവഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെറുബാബേലിൻ്റെ കയ്യിലുള്ള തൂക്ക് കേട്ടുകൊണ്ട് സന്തോഷിക്കുന്നു. ഇവിടെ 7 കണ്ണിനെ പറ്റിയുള്ളൊരു പരാമർശം, ഞാനത് ദൈവജനം വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. അല്പം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അല്പം ആശയവൈരുദ്ധ്യമുണ്ടായേക്കുമോ എന്നും എൻ്റെ മനസ്സിൽ ചിന്തയുണ്ട്. എങ്കിലും തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ തന്നെ 3-ാം അധ്യായത്തിലെ സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലും ഇങ്ങനെയൊരു പരാമർശം നമുക്ക് കാണാം. അതിൻ്റെ 3-ാം അധ്യായത്തിന് 9-ാം വാക്യം അത് വായിക്കുന്നത്: ഞാൻ യോശുവയുടെ മുൻപിൽ വച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, ഒരേ കല്ലിന്മേൽ 7 കണ്ണും ഉണ്ട് എന്ന് പറയുന്നു. 7 കണ്ണും, ഞാൻ 7 കണ്ണും എന്നുള്ള ആ ഭാഗമാണ് ഉദ്ദേശിച്ചത്. 7 കണ്ണും ഉണ്ട്. ഞാൻ അതിൻ്റെ കൊത്തുപണി കണ്ടു. ഒരു ദിവസത്തിൽ ദേശത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ദൈവനം വായിച്ചു. ഞാനതിലേക്ക് കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 7 കണ്ണ് എന്നുള്ള വിഷയമാണ്. എനിക്ക് തോന്നുന്നത് ഈ വിഷയം 7 കണ്ണിനെ പറ്റിയുള്ള ആദ്യത്തെ പരാമർശനം എൻ്റെ ഓർമ്മയിലും ശ്രദ്ധയിലും വരുന്ന യേശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലാണ്. അവിടെ ഈശായുടെ കുറ്റിയിൽ നിന്നൊരു വേര് പുറപ്പെടുന്നു, ഒരു മുള പുറപ്പെടും, അത് ഫലം കായ്ക്കും, അതിന്മേൽ ഈ യഹോവയുടെ ആത്മാവ് ആവസിക്കും എന്ന് പറഞ്ഞിട്ട് 6 കാര്യങ്ങൾ വേറെയും വിശദീകരിക്കുന്നുണ്ട്. 7 ആത്മാക്കളുടെ കാര്യം ഈ 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, അതായത് യേശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പരാമർശനമുള്ളത് ദൈവജനത്തിന് അറിയാമല്ലോ. അതായത് അവിടെ 7 ആത്മാക്കളെ പറ്റിയാണ് പരാമർശിക്കുന്നത് എന്ന് ദൈവജനം പ്രത്യേകം ഓർക്കണമേ.
ഇവിടെ ഈ സക്കറിയ പ്രവാചന പുസ്തകം 3-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിലും 7 കണ്ണുകളെ പറ്റി പരാമർശിക്കുന്നു. 4-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ അതിൻ്റെ 10-ാം വാക്യത്തിൽ 7 കണ്ണുകളെ പറ്റിയുള്ള പരാമർശം നമ്മൾ കാണുന്നുണ്ട്. ഈ 7 കണ്ണ് എന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിലാണ് ആവർത്തിച്ച് കാണുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ, 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഒക്കെ 7 കണ്ണുകൾ എന്ന് പറയുന്നുണ്ട്. അത് 7 ആത്മാവ് എന്ന് കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 7 കണ്ണ് എന്നുള്ളത് 7 ആത്മാക്കൾ, ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ ആണ് എന്ന് ന്യായമായി നമുക്ക് വിശ്വസിക്കാമെന്നാണ് എൻ്റെ ചിന്ത. അത് വേദപണ്ഡിതന്മാർ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് എനിക്കറിയില്ല. എനിക്ക് തിരുവചനത്തിലൂടെ വെളിപ്പെട്ട് കിട്ടിയ വെളിപ്പാടാണ് ഞാൻ ദൈവജനത്തോട് പങ്കിടുന്നത്. അത് ദൈവജനം പ്രാർത്ഥിച്ച് ദൈവജനത്തിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെ വിലയിരുത്തണമെന്ന് സ്വന്തമായി തീരുമാനിക്കും. ഞാൻ ആ ഭാഗം അവിടെ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വന്നാൽ അവിടെയും ഒരല്പം എനിക്ക് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് ദൈവം തന്നിട്ടുണ്ട്. അത് നിങ്ങളോട് പങ്കിടാം. 14-ാം അധ്യായം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ഇവർ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു. അപ്പോൾ സക്കറിയ പ്രവാചകൻ കണ്ട ആ ദർശനത്തിൻ്റെ ഇരുവശത്തും കണ്ട ഒലിവ് വൃക്ഷം അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ, അത് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇവിടെ നാം കണ്ടത്. ഇവർ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു. ഇവിടെയാണ് ഒരു അല്പം കോംപ്ലിക്കേഷൻ തോന്നിയേക്കാം. പക്ഷേ എനിക്ക് കൃത്യമായി പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി എന്ന് ഞാൻ ചിന്തിക്കുന്ന വിഷയം ദൈവജനത്തോട് പങ്കിടാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കും ആകുന്നു എന്ന് കാണുന്നുണ്ട്. അതായത് 2 പ്രവാചകന്മാർ അവസാന നാളുകളിൽ എഴുന്നേറ്റ് വന്ന് സാക്ഷ്യം പറയുന്ന വിവരമുണ്ടല്ലോ, ആ ഭാഗത്തോടുള്ള ബന്ധത്തിലാണ് ഇവിടെ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകും. ഇതും സക്കറിയ പ്രവാചന പുസ്തകത്തിലെ 14-ാം അധ്യായത്തിൻ്റെ ഈ 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യവും കൂടി കണക്ട് ചെയ്യുമ്പോൾ ഒന്ന് തന്നെയാണ് എന്ന് എനിക്ക് സംശയാതീതമായി ബോധ്യമാകുന്നു. അത് ദൈവജനം പ്രാർത്ഥിച്ചും ആലോചിച്ചും ചിന്തിച്ചും അതിൻ്റെ തീരുമാനത്തിലെത്തുക എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. അത് ഈ വിഷയത്തിൽ ഒരുപക്ഷെ വേദപഠിതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ഈ 2 സാക്ഷികൾ ഒന്ന് മോശയും ഏലിയാവുമാണെന്ന് പറയുന്ന വ്യാഖ്യാനങ്ങളുണ്ട്, വേറെ എന്തൊക്കെയോ വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ബോധ്യമായ വിഷയം തിരുവചന വെളിച്ചത്തിൽ കൃത്യമായി 4-14 വെളിപ്പാട് പുസ്തകം അത് ഈ പറഞ്ഞ മാതിരി ഇതിൻ്റെ 11-ാം അധ്യായം 4-ാം വാക്യവും ഒരേ കാര്യമാണ് സംസാരിക്കുന്നതെന്നാണ് എൻ്റെ ചിന്ത എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. തുടർന്ന് നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് വന്നാൽ ഈ സക്കറിയ പ്രവാചകന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം അതിങ്ങനെ വായിക്കുന്നല്ലോ: അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തൻ്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാതെ വണ്ണം ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കി. അങ്ങനെ സൈന്യങ്ങളുടെ യഹോവയെങ്കിൽ നിന്ന് ഒരു മഹാകോപം വന്നു. ഇവിടെയും ദൈവത്തെ അനുസരിക്കാതെ ധിക്കാരം കാണിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ ദൈവം എങ്ങനെ ക്രോധം വെളിപ്പെടുത്തുന്നു എന്ന് കൃത്യമായി പറയുന്ന ഒരു ഭാഗമാണല്ലോ. അത് കൂടുതൽ വിശദീകരണം ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വന്നാൽ നമുക്കവിടെ ഒരു വാക്യം ഇങ്ങനെ വായിക്കാം: ഞാൻ സിയോനിലേക്ക്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന് യെരൂശലേമിൻ്റെ മധ്യേ വസിക്കും.
യെരുശലേമിന് സത്യനഗരമെന്നും സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിന് വിശുദ്ധ പർവ്വതമെന്നും പേർ പറയും. ആ വാക്യങ്ങളൊക്കെ ദൈവജനം പ്രത്യേകം ശ്രദ്ധിക്കണമേ. അതായത് ജീവനുള്ള സത്യദൈവം, യഹോവയായ ദൈവമാണ് സത്യദൈവം എന്ന ചിന്തയോടുള്ള ബന്ധത്തിൽ ഈ വിഷയത്തെ നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അതുകൂടി ഈ വിഷയത്തിൽ ചിന്തിക്കുമ്പോഴാണ് ഈ വാക്യങ്ങളുടെയൊക്കെയും അർത്ഥം നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയുള്ളൂ. അതേ അധ്യായത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമുക്ക് വായിക്കാം. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവയാകുന്നു. ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം പറവിൻ. നിങ്ങളുടെ ഗോപുരങ്ങളിൽ നേരോടും സമാധാനത്തോടും കൂടെ ന്യായപാലനം ചെയ്വിൻ. നിങ്ങളിൽ ആരും തൻ്റെ കൂട്ടുകാരൻ്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്. കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുകയും അരുത്. ഇതെല്ലാം ഞാൻ വെറുക്കുന്നതല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. വാക്യങ്ങളൊക്കെ വിശദീകരണം ആവശ്യമില്ല. ദൈവമക്കളെ വളരെ കൃത്യമായി ഭംഗിയായി പരിശുദ്ധാത്മ രേഖപ്പെടുത്തിയിരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ദൂരമായി ചിന്തിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. വീണ്ടും നമുക്ക് അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വാക്യങ്ങൾ വായിക്കാം. 12-ാം അധ്യായം, സഖറിയ പ്രവാചകന്റെ പുസ്തകം, 12-ാം അധ്യായം 1 മുതൽ. പ്രവാചകം: ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകലജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും. യെരുശലേമിൻ്റെ നിരോധനത്തിങ്കിൽ അത് യഹൂദായ്ക്കും വരും. അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകലജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകലജാതികളും അതിന് വിരോധമായി കൂടി വരും. അതൊക്കെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഭാഗങ്ങളാണല്ലോ. അതുകൊണ്ട് ദൈവം ആ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. വളരെ ചിന്തനീയമായ അർത്ഥവത്തായ വാക്യങ്ങളാണ്. അതിൻ്റെ 10-ാം വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. ഈ 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കൊത്തിയിട്ടുള്ളവയിലേക്ക് അവർ നോക്കും. ഏകജാതിനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദിജാതിനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. ഇത് നമുക്കറിയാമല്ലോ, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. വീണ്ടും നമുക്ക് സഖറിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങളിലൂടെ വായിക്കാം. അതിൻ്റെ 3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നല്ലോ. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധദിവസത്തിൽ പൊരുതുപോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. ഇവിടെ ഈ വാക്യം ഞാൻ കേട്ടിട്ടുള്ളത് മുഴുവൻ വേദപണ്ഡിതന്മാരായ പല ദൈവദാസന്മാരും സംസാരിക്കുന്നത് യേശുക്രിസ്തു ഒലിവുമലയിൽ വന്ന് കാല് ചവിട്ടുമെന്നും അങ്ങനെ ചവിട്ടുമ്പോൾ ആ ഒലിവുമല കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ മാറുന്ന ചരിത്രമായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. എന്ത് വെളിച്ചത്തിലാണ് അവർ പറയുന്നതെന്ന് ചോദിച്ചാൽ അതിനവർ സപ്പോർട്ടായിട്ട് പറയുന്നത് അപ്പസ്തോല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യമാണ്. എനിക്ക് അത് കേൾക്കുമ്പോൾ തന്നെ സങ്കടം തോന്നും. എനിക്കെങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കും, ഇത് വേദപഠിതാക്കൾ എങ്ങനെ വഞ്ചിക്കപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഞാൻ വായിച്ചിട്ട് നമുക്ക് അപ്പസ്തോല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിക്കാം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ
സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഈ വാക്യം ദൈവജനമൊന്ന് അല്പം ചിന്തിച്ച് ശ്രദ്ധിച്ചു നോക്കിയേ. ഇത് ശിഷ്യന്മാരോടല്ലേ പറയണേ? ശിഷ്യന്മാരതിനു ശേഷം മരിച്ചുപോയി, ഇവിടെ ആരും നിലനിൽപ്പില്ലല്ലോ. അവര് സ്വർഗത്തിലേക്ക് പോകുന്നത് എങ്ങനെ കണ്ടോ അങ്ങനെ യേശു ഇങ്ങോട്ട് തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. ഒലിവുമലയിൽ നിന്ന് പോയി എന്ന് കരുതി ഒലിവുമലയിലേക്കാണ് വരുന്നതെന്ന് അർത്ഥം അവിടെ വരുന്നില്ലല്ലോ. പോയതെങ്ങനെയോ അങ്ങനെ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ ആത്മാവിലെടുക്കപ്പെട്ടു. തൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഈ മർത്യശരീരമില്ലല്ലോ കർത്താവിന്, പുനരുദ്ധാന ശരീരം, ആത്മാവിൻ്റെ ശരീരം, ആത്മശരീരം പ്രാപിച്ച യേശു എങ്ങനെ പോയോ അങ്ങനെയാണ് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് ഒലിവുമലയിലാണ് വരുന്നതെന്നുള്ളതിന് ഒരു തെളിവുമില്ല. പോയത് ഒലിവുമലയിൽ നിന്നാണ്, പക്ഷെ വരുന്നത് എവിടെയാണെന്ന് കൃത്യമായിട്ട് മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതല്ലേ നമ്മൾ വചനങ്ങൾ മറ്റെല്ലായിടത്തും വായിച്ച് കേൾക്കുന്നത്. ഒലിവുമലയിൽ വരുന്ന കാര്യം എങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊക്കെ അർത്ഥശൂന്യമായ ഒരു ദുർവ്യാഖ്യാനങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് യാതൊരു പ്രസക്തിയുള്ളതായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. അതേസമയം നമ്മുടെ സഖറിയ പ്രവാചന പുസ്തകം നമ്മളിപ്പോൾ വായിച്ച ആ ഭാഗം നോക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുന്നത് എന്തുവാ? യഹോവയായ ദൈവമാണ്. യഹോവയായ ദൈവം ഇറങ്ങി വരുന്നത് ഈ ഒലിവുമലയിലാണ്. അവിടെയാണ് അത്. ആ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. യഹോവയുടെ അരുളപ്പാടാണ്, യഹോവയായ ദൈവമാണ് അല്ലേ. അവർ നിന്റെ നടുവിൽ നിന്ന് നിന്റെ കൊള്ള വിഭാഗിക്കുവാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. 14 അധ്യായം 1 മുതലുള്ള വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൻ്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്നും ഛേദിക്കപ്പെടുകയില്ല. എന്നാൽ യഹോവ പുറപ്പെട്ട്, ആ പദം ശ്രദ്ധിക്കൂ, യഹോവ പുറപ്പെട്ട്. ആ പദത്തെ നമ്മൾ അങ്ങനെയല്ലേ വിശ്വസിക്കേണ്ടത്? അതിനെന്തിനാ വേറെ വ്യാഖ്യാനം കൊടുക്കേണ്ടത്? എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതുപോലെ ആ ജാതികളോട് പൊരുതും. യഹോവയായ ദൈവം പുറപ്പാട് പുസ്തകം മുതൽ നമ്മൾ കാണുന്നത് യഹോവ തൻ്റെ ജനത്തിനോട് യുദ്ധം ചെയ്തു എന്ന്. ആ യഹോവയായ ദൈവം സർവശക്തനായ, സർവോലഭനായ, നിത്യനായ യഹോവയായ ഏക ദൈവം, ആ ദൈവമാണ് ഇവിടെയും യുദ്ധം ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കണ്ടോ, അവിടെ താൻ യുദ്ധ ദിവസത്തിൽ പൊരുതുപോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവൻ്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ആരുടെ കാല്? യേശുക്രിസ്തുവിൻ്റെ കാലല്ല പറഞ്ഞേക്കുന്നത്, യഹോവയാം ദൈവത്തിൻ്റെ കാൽ. അതെങ്ങനെ കാലെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. യഹോവ പലർക്കും പണ്ട് നമ്മുടെ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട, അഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ട രംഗമൊക്കെ നമുക്കറിയാമല്ലോ. അതിനുശേഷം യഹോവ തൻ്റെ ജനത്തിനോട് യുദ്ധം ചെയ്ത ചരിത്രവും നമുക്ക് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. എന്നതുപോലെ യഹോവയായ ദൈവം തന്നെയാണ് യുദ്ധം ചെയ്യാൻ വരുന്നത്. കാലി ചവിട്ടിയാണോ എങ്ങനെയാണ് ഇവിടെ എഴുതിയേക്കുന്ന? കാൽപാദത്തോടെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ആ സമയത്ത് ദൈവത്തിൻ്റെ ദിവ്യശക്തിയാൽ ഏത് കാര്യവും അസാധ്യമായ സർവശക്തനായ, സർവോലഭനായ മഹാദൈവത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഒലിവുമല പിളർന്നു പോകുമെന്നത് സത്യം. അത് യഹോവയായ ദൈവമാണ് നേരിട്ട് വരുന്നത്. അത് യേശുക്രിസ്തുവാണെന്ന് ചിന്തിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ വചനം വായിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു പിടിയും കിട്ടുന്നില്ല. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വരയുളവായി വരും. കണ്ടോ, മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. അപ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും മാറി അവിടെ ഒരു താഴ്വര രൂപപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ട്, മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വരകളിലേക്ക് ഓടിപ്പോകും. ആ ബാക്കി കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ദൂതൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്ത് കണ്ടതുപോലെ തന്നെ മടങ്ങി വരുമെന്ന വാക്യം ഒലിവുമലയിൽ നിന്ന് പോയത് കൊണ്ട് ഒലിവുമലയിലേക്ക് വരുമെന്ന് വ്യാഖ്യാനിക്കുന്ന വിവരംകേട്, അതിന് ശുദ്ധ വിവരക്കേടെന്ന് മാത്രമേ എനിക്ക് പറയാനറിയൂ. ആരെങ്ങനെ ധരിച്ചാലും എനിക്ക് വിരോധമില്ല. എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം വചനത്തെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ എനിക്ക് സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി വച്ചിരിക്കുന്ന, രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനത്തെ അതിൻ്റെ തനിമയിലും തനി അർത്ഥത്തിലും മാത്രമേ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ. അതുകൊണ്ട് ആ ഭാഗം എൻ്റെ ചിന്തയിൽ
എൻ്റെ മനസ്സാക്ഷിയിൽ എനിക്ക് തോന്നുന്നത് ഇത് യഹോവയായ ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്ന ഒരു മഹാസംഭവം, അതിൻ്റെ പരിണിത ഫലമാണ് ഒലിവുമലയിൽ മല പിളർന്ന് 4 വശത്തേക്കും പിരിയുന്നതും അവിടെ താഴെ രൂപപ്പെടുന്നതുമായ അനുഭവങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പഴയ നിയമഗ്രന്ഥങ്ങളുടെ സമാഹാരത്തിൻ്റെ ഏറ്റവും അവസാന പുസ്തകമായ മലാക്കിയുടെ പുസ്തകം വലിയ വലിപ്പമില്ലെങ്കിലും 3-4 അധ്യായങ്ങളെ ഉള്ളെങ്കിലും വളരെ ഗൗരവമേറിയ ചിന്തകളുള്ള അനുഗ്രഹീതമായ ഒരു പുസ്തകമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. ഒരു 4 അധ്യായങ്ങളുള്ളെങ്കിലും വളരെ ഗഹനമായ ചിന്തകൾ ഈ പുസ്തകത്തിലുണ്ട്. അതായത് വാസ്തവത്തിൽ അക്കാലത്ത് യഹൂദാജനം ദൈവത്തെ മറന്ന് ദൈവസ്നേഹം നഷ്ടപ്പെട്ടവരായി അശുദ്ധമായ ജീവിതം നയിക്കുന്ന, തങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കുന്ന, പുരോഹിതന്മാർ പോലും വഴിവിട്ട് ജീവിക്കുന്ന എന്ന് പറഞ്ഞാൽ ദൈവവചനവിരുദ്ധമായി ജീവിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിൽ ശക്തമായ ദൂത് നൽകുന്ന മലാക്കി പ്രവാചകൻ്റെ വാക്കുകൾ ആത്മാവിൻ്റെ നിറവിൽ ദൈവജനത്തെ ഉത്തേജിപ്പിക്കുന്നതാണ്, ഉത്സാഹിപ്പിക്കുന്നതായിരുന്നു. വളരെ അതിൻ്റെ കൂടുതൽ ആഴത്തിലേക്ക് ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവജനം ഈ ഭാഗങ്ങൾ ദയവായി വായിച്ച് അതിൻ്റെ പലവട്ടം പ്രാർത്ഥിച്ച് വായിച്ച് ധ്യാനിക്കണമേ എന്ന് മാത്രം പറയുകയാണ്. സാമാന്യത ഈ പറഞ്ഞ മാതിരി ആ ദുഷ്ടത നിറഞ്ഞ ജീവിത രീതിയെപ്പറ്റി, അവരുടെ അവിശ്വസ്തത, അതുപോലെ വിവാഹമോചനം, നിഗളം, കപടഭക്തി, ദൈവകാര്യങ്ങളിലുള്ള അവർ ദശാംശം കൊടുക്കുന്നതിലൊക്കെയുള്ള അവിശ്വസ്തത തുടങ്ങി ഒത്തിരി ബലഹീനതകൾ മലാക്കി പ്രവാചകൻ അവരെ ബോധവൽക്കരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അവരൊത്തിരി ചോദ്യങ്ങൾ, ധാരാളം ചോദ്യങ്ങളുള്ളൊരു ചോദ്യാവലി തന്നെ നമുക്ക് കാണാൻ കഴിയും. ധാരാളം ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രവചന പുസ്തകമാണ് മലാക്കിയുടെ പുസ്തകം. ആളുകൾ ഇങ്ങോട്ട് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുക. ദൈവം എങ്ങനെ ഞങ്ങളെ സ്നേഹിക്കുന്നേ, എങ്ങനെയാണ് ഞങ്ങൾ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നത്, ഞങ്ങളെങ്ങനെയാണ് അവൻ്റെ നാമത്തെ മലിനമാക്കുന്നത് തുടങ്ങി ഒത്തിരി ചോദ്യങ്ങൾ, 6-7 ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ ഈ കാലത്ത് കൂടി വരികയാണല്ലോ, നമുക്കറിയാമല്ലോ. ദൈവത്തിലുള്ള ആശ്രയബോധവും ദൈവസ്നേഹവും കുറയുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ തലപൊക്കും. അങ്ങനെ വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് മലാക്കി പ്രവാചകൻ തൻ്റെ ഈ സന്ദേശങ്ങൾ ആത്മനിറവിൽ ജനത്തെ പ്രബോധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നത്. ആ കാലഘട്ടത്തിലെ അവസ്ഥകൾ ഞാൻ അതിനെ കൂടുതൽ വിശദീകരണം നൽകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവജനം പുസ്തകവും പ്രാർത്ഥനവും വായിച്ച് ധ്യാനിച്ച് പരിശുദ്ധാത്മ നയിക്കുന്നത് പോലെ ഏറ്റെടുക്കണമേ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സർവശക്തനായ മഹാദൈവത്തെ പഴയ നിയമത്തിൽ വെളിപ്പെടുത്തുന്ന ആ ചിന്തകൾ തൽക്കാലം നമുക്ക് ഇവിടെ വിരാമം കുറിച്ചിട്ട് പുതിയ നിയമത്തിൽ മഹോന്നതനായ മഹാദൈവത്തെ എങ്ങനെ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് ദൈവം അനുവദിച്ചാൽ എടുത്ത ഭാഗത്ത് ചിന്തിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്, ആശ്രയിക്കുകയാണ്. ദൈവജനമേ, ദൈവമേകനാണെന്നും ഏകസത്യ ദൈവമേ നമുക്കുള്ളൂ എന്നും യേശുക്രിസ്തു ആ ദൈവത്തിൻ്റെ പുത്രനാണെന്നും തിരുവചനം അസന്നിഗ്ധമായി വെളിപ്പെടുത്തുമ്പോൾ ആ സത്യത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് അബദ്ധകരമായ പഠിപ്പീരുകളും ചിന്തകളും പരത്തുന്ന പഠിപ്പിക്കുന്ന ഈ വല്ലാത്ത ലോകത്തിൽ പരിശുദ്ധാത്മാവിൽ സത്യം ഗ്രഹിപ്പാൻ ദൈവജനം പ്രാർത്ഥനാപൂർവം തിരുമുഖത്തേക്ക് നോക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.